ഹലോ, ഇന്ന് അച്ഛനും അമ്മ അനിയത്തി കൂർഗിന്ന് കൊല്ലം വന്നു. അവിടെ അനിയൻ്റെ കല്യാണം ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് എവിടെയെങ്കിലും കറങ്ങാമെന്ന് നോക്കിയപ്പോൾ നമുക്ക് ജടായപ്പാറ കൺ ഓർമ്മ വന്നു. അപ്പോൾ ജടായപ്പാറയ്ക്ക് പോയാന്ന് പറഞ്ഞിട്ട് അച്ഛ അമ്മ അനിയത്തി ഞാനും പമ്പു തുഷാറും പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പാർക്കിംഗ് വന്നു. പാർക്കിങ്ങിന് നേരെ ഞങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ടിക്കറ്റ് ടൂ വേ ഉണ്ട്, ഒരെണ്ണം വാക്ക് വേ ഉണ്ട്, പിന്നെ റോപ്പ് വേ ഉണ്ട്. പിന്നെ വാക്ക് വേ ഇവിടെ നിന്ന് പോയി മുകളിൽ നിന്ന് റോപ്പ് വേ എടുക്കാം വൺ സൈഡ്. പക്ഷെ നമ്മൾ രണ്ട് സൈഡ് റോപ്പ് വേ എടുത്തു. അതൊരു നല്ല എക്സ്പീരിയൻസ് അല്ലേ. ഫസ്റ്റ് ഒരു ടിക്കറ്റ് എടുത്തു, പിന്നെ കുറച്ച് നടക്കാനുണ്ടായിരുന്നു. നല്ല ക്യൂ ഉണ്ടാവും. ഞങ്ങൾ പോയത് ഫ്രൈഡേയാ, എന്നാൽ നല്ല ക്യൂ ഉണ്ടായിരുന്നു. കുറേ പേര് വന്നായിരുന്നു. പിന്നെ അവിടെ ജടായുപ്പാറ, അവിടെ കുറേ ക്യൂ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ആക്കി, കുറച്ച് തവണ നിന്ന് വെയിറ്റ് ആക്കി, പിന്നെ ഉള്ളിലെ കുറച്ച് ഇരുന്നിട്ട് വെയിറ്റ് ആക്കി. അങ്ങനെ പിന്നെ മുകളിൽ ടൂ വേ ഉണ്ടല്ലോ, അവിടെയും വെയിറ്റ് ആക്കണം കുറച്ച്. ഇത് ഇവിടെ ഇരുന്നിട്ട് വെയിറ്റ് ആക്കി. പിന്നെ കുറച്ച് നടക്കണമായിരുന്നു, സ്റ്റെപ്സ് ഉണ്ടായിരുന്നു. ലിഫ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ നടന്നു. പിന്നെ മുകളിൽ പിന്നെയോ ക്യൂ ഉണ്ടായിരുന്നു. ഇത് റോപ്പ് വേ എടുത്ത് പിന്നെയോ ക്യൂ. അതെന്താന്ന് വെച്ചാൽ ഒരു ഒരു റോപ്പ് വേ കമ്പാർട്ട്മെൻറ്റിനകത്ത് 6 മെമ്പേഴ്സിനെ ഇരുത്തു. അപ്പോൾ 6 അപ്പോൾ ഇതിനകത്ത് ഒരു തവണ 4 കമ്പാർട്ട്മെൻറ്റുള്ള വരുമായിരുന്നു. അപ്പം ടോട്ടൽ ഇതുപോലെ 4 ഉണ്ട്. അപ്പോൾ എത്രയായി? 16 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട് ടോട്ടൽ. അങ്ങനെ നമ്മളെല്ലാം പോയി. ഞങ്ങൾ വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ വേറെ ഇതിനകത്ത് പോവായിരിക്കുമോ എന്ന്. പക്ഷെ എല്ലാവരും ഒരുമിച്ച് പോയി. ഇത് നല്ല ഒരു എക്സ്പീരിയൻസാണ്. ആരെങ്കിലും കൊല്ലം വന്നെങ്കിൽ ഇവിടെ ജടായുപ്പാറ കാണണം. ഇതൊരു നല്ല എക്സ്പീരിയൻസാണ്. റോപ്പ് വേ ഉണ്ട്.
അവിടെ കാണുന്നു ജടായു. പിന്നെ ഇവിടെ ഹെലിപാഡും ഉണ്ട്. അതെന്താന്ന് അറിയില്ല. പക്ഷെ നമ്മളിങ്ങനെ റോപ്പ് വേയിൽ പോയി. പിന്നെ ഈ ജടായുപ്പാറയുടെ സ്റ്റോറി എല്ലാവർക്കും അറിയാവുന്നതാ. ഒന്നാമത് പറയാം. പിന്നെ ഇവിടെ പണ്ട് സീതയെ വനവാസത്തിലിരിക്കുമ്പോൾ രാവണൻ കൊണ്ടുപോയല്ലോ. അപ്പോ ജടായു ഈ ബേർഡ് അതിനെ തടക്കാൻ പോയി. അവർ പറക്കുമ്പോൾ തടക്കാൻ പോയി. അപ്പോൾ രാവണൻ അവന്റെ നൈഫിലെ ഖഡ്ഗത്തിലെ എടുത്ത് കട്ടാക്കി ഇതിന്റെ എന്താ വിങ്സിനെ. അപ്പോ അത് ഇവിടെ വീണു എന്ന് സ്റ്റോറി. പിന്നെ ഇവിടെ മുകളിലൊരു രാമന്റെ ഇതുണ്ട്, വിഗ്രഹമുണ്ട്. പിന്നെ ഇത് ഇപ്പൊ ആക്കിയത് 10 വർഷം ആയതേ ഉള്ളൂ. പണ്ട് ഇവിടെ 10 വർഷത്തിന് മുമ്പേ ഇവിടെ ചെറിയതായിട്ട് ഒരു രാമന്റെ അമ്പലം ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഇങ്ങനെ ആക്കി 10 വർഷം കഴിഞ്ഞിട്ട്, മീൻസ് 10 വർഷം മുമ്പ് ഇതാക്കിയതേ ഉള്ളൂ ഇങ്ങനെയെല്ലാം. പിന്നെ ഇത് ഇത് റോപ്പ് വേ ഉണ്ടാക്കിയിട്ട് 2015 ഇത് ഉണ്ടാക്കിയത് റോപ്പ് വേ. അങ്ങനെ നമ്മളെത്തി, പമ്പ് കാത്തു നിന്നിരിക്കുക. അങ്ങനെ മോളിലെല്ലാം ഒരു റൗണ്ട് വന്നു. പിന്നെ അവിടെ രാമന്റെ ടെമ്പിൾ കണ്ടിട്ട് നമ്മൾ തിരിച്ച്. അപ്പോൾ ടോട്ടൽ നമുക്ക് ആയത് 555 ആണ്. ഓക്കെ. പിന്നെ അവിടെ രാമന്റെ അമ്പലത്തിൽ പോകുമ്പോൾ അവിടെ ചെരുപ്പ് ഇടണം. അവിടെ 5 റുപ്പി ഒരു പേരിന്. അങ്ങനെ പിന്നെ എല്ലാം കണ്ടിട്ട് ഹാപ്പി ആയിട്ട് ഞങ്ങൾ തിരിച്ച്. ആക്ച്വലി ഈവനിങ് ടൈം പോകണം. അപ്പോൾ അതെന്താ അറിയോ, ഇവിടെ ഫുള്ള് റോക്ക് അല്ലേ ഫുള്ള്. അപ്പോൾ ചൂടുള്ളപ്പോൾ ഭയങ്കര ഹാട്ടും ഉണ്ട് കേരളത്തിലെ. അത് വാക്ക് വേ. ഓക്കെ, അവിടെ സ്റ്റെപ്സ് ഉണ്ടല്ലോ, അത് വാക്ക് വേ. പക്ഷെ നമ്മൾ പോയത് ഇങ്ങനെയാ. പിന്നെ അവിടെ രാമയുടെ പാദവും ഉണ്ട്. അങ്ങനെ നോക്കിക്കൊണ്ട് വന്നു, ഒരു റൗണ്ട് കറങ്ങി.
അപ്പോൾ ഇത് ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കൊല്ലമിലെ. ഒരു പുതിയ എക്സ്പീരിയൻസ് കിട്ടും. അങ്ങനെ ഇതെല്ലാം കറങ്ങിയിട്ട് ഞങ്ങളുടെ നേരെ വീട്ടിലെത്തി.